എൻ്റെ ഈ പേജിൻ്റെ പേര് പാട്ടുവഴിയോരം എന്നാണ്. പാട്ടുവഴിയോരം എന്ന് അപ്പോൾ എങ്ങനെ പേരിടും എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് പാട്ടുവഴിയോരം എന്ന് പേരിട്ടത്. കാരണം പാട്ടിൻ്റെ വഴിയുടെ ഓരത്തു കൂടി പോകുന്ന ഒരാൾ എന്നേ ഉള്ളൂ. അല്ലാതെ പാട്ടിനെക്കുറിച്ച് വലിയ ഗഹനമായ അറിവുകൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എത്രയോ വലിയ വലിയ അറിവുള്ളവർ നമുക്കിടയിലുണ്ട്, പാട്ടുകളെക്കുറിച്ചൊക്കെ വളരെ നന്നായി അറിയാവുന്നു. പിന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ 2024 ജനുവരി 23 കരുനാഗപ്പള്ളിയിൽ നടത്തിയ ഒരു ചെറിയ പ്രഭാഷണം, അത് പത്മരാജൻ സാർ എൻ്റെ നാട്ടുകാരനാണ്, മുതുകുളം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സാഹിത്യകൃതികൾ പഠിച്ചാണ് എനിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ വർഷം 2024 ജനുവരിയിൽ 23 കരുനാഗപ്പള്ളിയിലാണ് ഒരു സംഘടന വിളിച്ചത്. അപ്പോൾ ഈ പ്രഭാഷണത്തിൽ എന്ത് പുതുമ കൊണ്ടുവരാൻ കഴിയും, സാഹിത്യത്തിനപ്പുറം എന്ത് പറയാൻ കഴിയും, അല്ലെങ്കിൽ സിനിമയ്ക്കപ്പുറം എന്ത് പറയാൻ കഴിയുമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു 3/4 മണിക്കൂർ സിനിമയും സാഹിത്യവും പറഞ്ഞു, 3/4 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു. അന്ന് അവിടെ പറഞ്ഞ പാട്ടുകളിൽ നിന്ന് ഒരു പാട്ടിൻ്റെ ഭാഗം അവിടുത്തെ സംഘാടകരിൽ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അത് കട്ട് ചെയ്ത് ഫേസ്ബുക്കിലിട്ടു. അത് എനിക്ക് അത്ഭുതം തോന്നിയത്, അത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തി. വളരെ അവിചാരിതമോ അല്ലെങ്കിൽ എന്താണ് ഒരു ഭാഗ്യമോ അനുഗ്രഹമോ, പത്മരാജൻ സാറിൻ്റെ അനുഗ്രഹമോ ഒക്കെ ആയിരിക്കാം. ഇപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയപ്പോഴും ആദ്യമായി ഞാൻ പറഞ്ഞ പാട്ടിനെക്കുറിച്ചാണ് സാറ് പറഞ്ഞത്. ഇന്നലെയിലെ നീ വിൺപൂ പോൽ എന്നുള്ള പാട്ട്, അതാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഈ പാട്ടുകളെക്കുറിച്ച് പറയാനുള്ളൊരു ഇടം ഉണ്ടാക്കി തന്നത്. പിന്നീട് അത് ഇട്ടു. അത് പിന്നീട് തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാദം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അത് എടുത്തിട്ടു. അപ്പോഴും ഞാൻ അറിയുന്നില്ല. പിന്നീട് അവർ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഇത് വലിയൊരു വൈറലാണെന്നൊക്കെ അറിയുന്നതും. അപ്പോൾ അവരാണ് എന്നോടിത് തുടരണം എന്നാദ്യം പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഇത് തുടരാൻ തീരുമാനിച്ചു. പിന്നീട് ഒരുപാട് വേദികൾ, ഒരു 300-350 വേദികളിലെങ്കിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിട്ട് പ്രഭാഷണം നടത്താനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് വളരെ കുറഞ്ഞ കാലത്തിൽ കിട്ടി. അറിഞ്ഞോ അറിയാതെയോ കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്തും എന്നെക്കുറിച്ചും എൻ്റെ കൂടെ പാടുന്ന ഒരു ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായി റിട്ടയർ ചെയ്ത ഒരു സാറുണ്ട് എൻ്റെ കൂടെ പാടുന്നത്. അദ്ദേഹത്തെക്കുറിച്ചും സാറിനോടും ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഡോക്ടർ എം വി പിള്ള എന്ന് പറയുന്ന അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. അപ്പം അദ്ദേഹവും എന്നെ വലിയ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവാണ് എൻ്റെ കൂടെ പാടുന്ന സജീവ് മേനോൻ എന്ന് പറയുന്നത്. അദ്ദേഹം ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ പാട്ടിന് ഭയങ്കര പാഷനാണ് പുള്ളിക്ക്. അപ്പോൾ എവിടെ പോയാലും എന്നോടൊപ്പം വരികയും പാടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിള്ളസാറിൻ്റെ ബന്ധുവായതുകൊണ്ട് ഞങ്ങളോട് പിള്ളസാറ് പറഞ്ഞു, സൂര്യയുടെ വേദിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പങ്കെടുക്കണം, ഞാൻ പറയാം കൃഷ്ണമൂർത്തി സാറിനോടെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സാറിനോട് സൂചിപ്പിച്ചു, എന്നോട് പറഞ്ഞു സാറിനെ വിളിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം അമേരിക്കയിൽ പോയത്. അപ്പോൾ വയലാർ സാറിൻ്റെ അനുസ്മരണം, ജയകുമാർ സാറ് ഇതിപ്പോൾ 50ാം വാർഷികം പ്രമാണിച്ച് സാർ 50 പ്രഭാഷണം നടത്തുന്നതാണ് അറിഞ്ഞത്. 50 ഇല്ലെങ്കിലും ഞാനും ഒരു 10-20 പ്രഭാഷണമെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം എല്ലാം വളരെ പ്രഗത്ഭരായ ആൾക്കാർ പ്രഭാഷണം ചെയ്യുന്നത് വയലാർ സാറിനെ കുറിച്ച്. അപ്പോൾ അത് വളരെ സന്തോഷം തോന്നി എനിക്ക്. അപ്പോൾ അവരൊക്കെ വലിയ അപ്പോൾ ജയകുമാർ സാറ് ആദ്യത്തെ ദിവസം വളരെ വിശദമായിട്ടൊക്കെ, എനിക്കൊന്ന് കവിതയെ അടിസ്ഥാനമാക്കിയാണ് സാറ് സംസാരിച്ചതെന്ന് തോന്നുന്നു. സാർ പാട്ടിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു, കവിതകളെക്കുറിച്ചാണ്.
വയലാർ സാറ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയലാറിലാണ് അദ്ദേഹം. വയലാർ രാമവർമ്മ ആകുന്നതിന് മുമ്പ് അദ്ദേഹം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹം വയലാർ രാമവർമ്മ ആയത് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ കുടുംബം കണ്ടത്തിൽ കോവിലകം, മൂല കുടുംബം കണ്ടത്തിൽ കോവിലകമാണ്. അതാണ് അവിടുത്തെ കേരളവർമ്മ എന്ന് പറയുന്ന ആളാണ് ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്ന മഹാനായ വാഗ്ഗേയകാരൻ്റെ പിതാവ്. അപ്പോൾ ആ കുടുംബമാണ് അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ ഒരു കുടുംബം, മൂല കുടുംബമാണ് വയലാർ സാറിൻ്റേത്. വയലാർ സാറിൻ്റെ 4 തലമുറയ്ക്ക് മുമ്പുള്ള രാമവർമ്മ തിരുമുൽപ്പാട് എന്ന് പറയുന്നയാൾ, അദ്ദേഹമാണ് വാൽമീകി രാമായണം ആദ്യമായി മലയാളത്തിൽ ഗദ്യരൂപത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത്. അങ്ങനെ രാമനെ അഥവാ രാഘവനെ കുടിയിരുത്തിയ പറമ്പാണ് രാഘവപ്പറമ്പായി മാറുന്നത്. വയലാർ സാറിൻ്റെ വീട്ടുപേര് നിങ്ങൾക്കറിയാം, രാഘവപ്പറമ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. അപ്പോൾ അങ്ങനെ രാഘവപ്പറമ്പിൽ രാമവർമ്മ തിരുമുൽപ്പാട് എന്ന് പറയുന്ന വളരെ കുട്ടിയായ അദ്ദേഹം ജനിക്കുന്നു. 2.5 വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിക്കുന്നു. അപ്പോൾ അന്ന് മരുമക്കത്തായമാണ്, അമ്മാവനാണെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഭർത്താവ് മരിച്ചു പോവുകയും കൂടെ ചെയ്തപ്പോൾ വയലാറിൻ്റെ അമ്മ, അല്ലെ ഈ രാമവർമ്മയുടെ കൊച്ചു രാമവർമ്മയും അമ്മയും ആ വലിയ തറവാട്ടിൽ ഒരു ഭാഗത്ത് ഒതുങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. എല്ലാം അമ്മാവനാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ കാര്യത്തിലുമൊക്കെ. അപ്പോൾ വയലാർ സാർ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലുണ്ട്, 4 മുണ്ടും 4 തോർത്തും 4 പുടവയും ഒരു വർഷം കൊടുക്കും അമ്മാവൻ. അതിൽ നിന്നും ഉടുത്തതിൻ്റെ അല്ലെങ്കിൽ ഉടുക്കുന്നതിൻ്റെ കുറച്ചു ഭാഗം മുറിച്ചെടുത്താണ് കൊച്ചു രാമവർമ്മയ്ക്ക് കുപ്പായം തയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചു രാമവർമ്മ വളരെ ഒറ്റപ്പെട്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ഒക്കെ കൂടി അവകാശപ്പെട്ട ഈ മണ്ണിൻ്റെ ഭരണം മുഴുവൻ അമ്മാവനിലേക്ക് കേന്ദ്രീകരിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു അസംതൃപ്തി ഉണ്ട്. ഇത് ശരിയല്ലല്ലോ, ഇത് നീതിയല്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ പഠനം ആരംഭിക്കുന്നു. അദ്ദേഹത്തെ വയലാറിലെ UP സ്കൂളിലാണ് പഠിക്കാനായി. ആദ്യം അടിസ്ഥാന വിദ്യാഭ്യാസം, അക്ഷരവും മറ്റും അമ്മ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ വയലാറിലെ UP സ്കൂളിൽ അദ്ദേഹത്തെ സ്കൂളിൽ വിടാനായി കൊണ്ടുചെല്ലുമ്പോൾ അധ്യാപകനൊരു സംശയം, ഇദ്ദേഹത്തിന് പഠിക്കാനുള്ള, കാരണം അന്ന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് പഠിക്കാനുള്ള പ്രായമായോ അല്ലെങ്കിൽ നിലവാരമുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ഞാനൊരു ചെറിയ ടെസ്റ്റ് നടത്തും എന്ന് പറഞ്ഞിട്ട് മാഷ് എന്തെങ്കിലും ഒരു മലയാളം വാക്ക് എഴുതാൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു വാക്ക് എഴുതാൻ പറഞ്ഞു കൊച്ച് രാമവർമ്മയോട്. അദ്ദേഹം എഴുതിയത്, സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അമ്മ അല്ലെങ്കിൽ കാക്ക ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുന്നത്. പക്ഷെ അദ്ദേഹം എഴുതിയ വാക്ക് വസന്തം എന്നായിരുന്നു. വസന്തം. നോക്കൂ, അദ്ദേഹത്തിൻ്റെ മനസ്സ് അന്നേ വസന്തമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. വസന്തം എന്ന് എഴുതിയ വാക്ക്, ആ വാക്ക് വസന്തം എന്ന് എഴുതിയത് കണ്ടിട്ട് ആ അധ്യാപകന് വിസ്മയം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇവൻ മിടുക്കനാണ്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് അടുത്ത ഉപരിവിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം പോകാൻ ആഗ്രഹിച്ചു. ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കണമെന്ന ആഗ്രഹം അമ്മയ്ക്കുമുണ്ട്, മകനുമുണ്ട്. അമ്മാവനോട് പറഞ്ഞു നോക്കി. അമ്മാവൻ പറഞ്ഞു, അത് വേണ്ട, പാരമ്പര്യ വിദ്യാഭ്യാസം മതി, സംസ്കൃതം പഠിക്കട്ടെ. അവൻ സംസ്കൃതം പഠിക്കുന്നതാണ് നല്ലത്. അമ്മാവന് മരുമകനോടുള്ള താല്പര്യം കൊണ്ടല്ലാതെ പറഞ്ഞത്, പൈസ ചിലവുണ്ട്, ഫീസ് കൊടുക്കണം. അമ്മാവൻ്റെ ഭാര്യയാണ് അതിൽ ഇടപെട്ടതെന്നാണ് പറയുന്നത്. ഏതായാലും വയലാറിന് അല്ലെങ്കിൽ കൊച്ചു രാമവർമ്മയ്ക്ക് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചില്ല. അദ്ദേഹം സംസ്കൃതം. എന്നാൽ അതേ സമയം തന്നെ ഈ അമ്മാവൻ്റെ രണ്ട് മക്കളും ഇംഗ്ലീഷ് സ്കൂളിൽ പോവുകയും ചെയ്തു. അതും
വയലാറിൽ ഒരു പ്രതിഷേധമുണ്ടാക്കി. അല്ലെങ്കിൽ രാമവർമ്മയിലൊരു, വയലാറെന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, രാമവർമ്മയിലൊരു പ്രതിഷേധമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ദുഃഖത്തോടുകൂടി അമ്മയും അദ്ദേഹവും സംസ്കൃതം പഠിക്കാനായി പോവുകയാണ്. അമ്മയ്ക്കുള്ള വിഷമമെന്ന് പറയുന്നത്, ചേർത്തല സ്കൂളിൽ പഠിക്കാൻ വിട്ടാൽ എല്ലാ ദിവസവും വൈകുന്നേരം മകൻ വീട്ടിൽ വരും. മകനുമായി വല്ലാത്ത അറ്റാച്ച്ഡാണ്. കാരണം ഭർത്താവ് കൂടി വളരെ കൊച്ചുപ്രായത്തിൽ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ അമ്മയ്ക്ക് ആ മകനാണെല്ലാം. അപ്പോൾ ഈ സംസ്കൃത വിദ്യാഭ്യാസത്തിന് വേണ്ടി പാരമ്പര്യ വിദ്യാഭ്യാസത്തിന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ വല്ലപ്പോഴുമേ വരികയുള്ളൂ സ്കൂളിൽ. അവിടെ ഗുരുകുല വിദ്യാഭ്യാസമാണ്. ആ മകനെ കാണാതെ വയ്യ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ വിഷമം. പക്ഷേ തൈക്കാട്ടുശ്ശേരി മനയിൽ സംസ്കൃതം പഠിക്കാൻ വേണ്ടി കൊച്ചു രാമവർമ്മയെ കൊണ്ടാക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നാലോ, ഗുരുകുല വിദ്യാഭ്യാസമാകുമ്പോൾ കൃത്യസമയമൊന്നുമില്ലല്ലോ. അവിടുത്തെ പണികളൊക്കെ ചെയ്യണം. അദ്ദേഹം നടക്കുമ്പോൾ കൂടെ നടക്കണം. അദ്ദേഹത്തിൻ്റെ മുറുക്കാൻ ചെല്ലമെടുത്ത് ഇങ്ങനെ കൂടെ നടക്കണം. വയലുകളൊക്കെ ഉണ്ട്, പറമ്പുണ്ട്, അതൊക്കെ വൃത്തിയാക്കാനും അല്ലെങ്കിൽ ജോലി ചെയ്യാനും ഒക്കെ ആളുണ്ട്. അവിടെയൊക്കെ പോയിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും, വിശദീകരിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് പഠനം. അങ്ങനെ ഒരു ദിവസം, അപ്പം അങ്ങനെയാണ് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മേഘസന്ദേശം, കാളിദാസൻ്റെ മേഘസന്ദേശം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വയലാർ ചോദിച്ചു, കൈലാസം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. കൈലാസം എങ്ങനെ ഇരിക്കും എന്ന് ഗുരുവിനോട് ചോദിച്ചു. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ എപ്പോഴും വളരെ മിടുക്കരായിരിക്കും. അദ്ദേഹം ഒന്ന് പതറി. എങ്ങനെയാണ് കൈലാസത്തെ എങ്ങനെ ഇമാജിൻ ചെയ്യും? ഈ കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് കൈലാസത്തെ എങ്ങനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയും? ഗുരു തൈക്കാട്ടുശ്ശേരി മനയിലെ മൂസത് അദ്ദേഹം ഇങ്ങനെ ചുറ്റും നോക്കി ആകാശത്തേക്ക് നോക്കിയപ്പോൾ വെളുത്ത മേഘങ്ങൾ ഇങ്ങനെ വളരെ കൂമ്പാരം പോലെ ആകാശത്ത് നിൽക്കുന്നത് കണ്ടിട്ട് വയലാറിനെ ചൂണ്ടിക്കാണിച്ചു. ഇതുപോലെ ഇരിക്കും കൈലാസം എന്ന് ചൂണ്ടിക്കാണിച്ചു. വയലാർ തന്നെ പറയുന്നുണ്ട്, തന്നെ കവിയാക്കിയ ആദ്യ സന്ദർഭമാണ് അത്. അവിടെയാണ് ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്, ഭാവന കാണാനുള്ള കഴിവ് കൊച്ചു രാമവർമ്മയിലുണ്ടാകുന്നത്. അത് രാമവർമ്മയുടെ ജീവിതത്തെ മാറ്റിമറിച്ച സന്ദർഭമാണ് അല്ലെങ്കിൽ സംഭവമാണ്.